കുറ്റ്യാടി ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ്സിലെ എഞ്ചിനിൽ പൂഴി വാരിയിട്ട സംഭവത്തിൽ ഒരാഴ്ചയായിട്ടും പ്രതികളെ പിടികൂടാനായില്ല. 18-ാം തീയതി വെള്ളിയാഴ്ച രാത്രി ലോക്ക്ഡൌണിന് മുന്നോടിയായി കുറ്റ്യാടി ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ട കടുവ ബസിൻ്റെ എഞ്ചിനാണ് സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചത്. ഞായറാഴ്ച പെരുന്നാളിന് മുന്നോടിയായി ഇളവ് ലഭിച്ചതിനാൽ ബസ് കോഴിക്കോട്ടേക്ക് ട്രിപ്പ് പോയി. എന്നാൽ വരുന്ന വഴിയിൽ പലയിടങ്ങളിലായി ബസ് ഓഫായി. തുടർന്ന് ടെക്നീഷ്യനെ കൊണ്ട് പരിശോധിപ്പിച്ചപ്പോഴാണ് എഞ്ചിനിൽ മണലിട്ടത് ശ്രദ്ധയിൽപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഞായറാഴ്ച വണ്ടി ഓടി ഒരു ട്രിപ്പ് ഓടി ഇവിടെ വന്നതിന് ശേഷം വണ്ടി ചെറിയൊരു സ്റ്റാർട്ടിങ്ങിൽ അവിടെ വന്ന് ചെക്ക് ചെയ്തതാണ് മണലിൻ്റെ തടി കണ്ടെത്തി. പരാതി ഇവിടെ കുറ്റ്യാടി കൊടുത്തേക്ക്, നാദാപുരം ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്തേക്ക്. പിന്നെ ഇവിടുന്ന് CCTVൻ്റെ ദൃശ്യങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. നടപടി FIR ഇട്ട് ഇനി അവിടെ ഡിവൈഎസ്പി ഓഫീസിൽ ഞാൻ ഇന്നലെ പോയി. പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെ പ്രതികളെ പിടികൂടാനായിട്ടില്ല. തെരുവത്ത് കടവ് സ്വദേശി മുനീറിൻ്റെതാണ് KL 56L 5499 നമ്പർ ബസ്. രക്തദാനത്തിനും മറ്റും സൗജന്യമായി വിട്ടു നൽകിയിരുന്ന ബസ് പലപ്പോഴായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി കലക്ഷൻ മാറ്റിവെച്ചിട്ടുണ്ട്. ലോക്ക്ഡൗണിലെ നഷ്ടങ്ങൾക്ക് പുറമെ സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണം കൂടിയാകുമ്പോൾ ഓപ്പറേറ്റർമാരുടെ ദുരിതം വർദ്ധിക്കുകയാണെന്ന് ബസ് ജീവനക്കാർ പറയുന്നു. ഏകദേശം 2 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ലാഭത്തിനു വേണ്ടിയല്ല, ജീവനക്കാർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഉടമകൾ ബസ് ഓടിക്കുന്നതെന്നും പ്രതികളെ ഉടൻ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ബസ് ജീവനക്കാർ ആവശ്യപ്പെട്ടു. ഉപജീവനം കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ എല്ലാ ഡ്രൈവർമാർക്കും വേറൊരു രക്ഷയില്ലാത്തൊരവസ്ഥയാണ്. വേറൊരു പണിയും കാര്യമില്ല, വേറൊന്നുമില്ല. 2-2.5 മാസം ഇപ്പം ഇങ്ങനെ വെറുതെ നടന്ന് എല്ലാവരും വീട്ടിലും വളരെ കഷ്ടമുള്ള അവസ്ഥയാണ്. ഇപ്പം ബസ് ഓടിയാൽ തന്നെ ഈ പ്രൈവറ്റ് ബസ് മേഖലയെ തകർക്കുന്ന നിലപാടാണ് എല്ലാ ഭാഗത്തുനിന്നുള്ളത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഡീസൽ വില വർധനവ് കാരണം ഇപ്പോൾ കുറ്റ്യാടി കോഴിക്കോട് 3 ട്രിപ്പ് ഓടിക്കൊണ്ടിരുന്ന വണ്ടിക്ക് ഒരു 80 റുപ്യേൻ്റെ എണ്ണ വേണ്ടെടുത്ത് ഇപ്പോൾ അത് ശരിക്കും 10,000 റുപ്യേൻ്റെ എണ്ണ വേണ്ട ഒരവസ്ഥ വന്നു. പക്ഷേ അത്രയായിട്ട് കളക്ഷനും വരുന്നില്ല. മാത്രമല്ല പ്രൈവറ്റ് ബസ്സിന് മാത്രം ഈ ഒറ്റക്ക നമ്പർ, ഇരട്ടക്ക നമ്പർ എന്ന ഒരു അശാസ്ത്രീയമായ ഒരു നടപടിയാണ് ഒറ്റക്ക നമ്പർ, ഇരട്ടക്ക നമ്പർ. പക്ഷേ KSRTC പോലുള്ള ബസ്സുകൾക്ക് എല്ലാ ദിവസവും എടുത്തുകൂടാ. അതിന് പിന്നെ ഈ ഒറ്റക്ക നമ്പറോ ഇരട്ടക്ക നമ്പറോ അവർക്ക് ബാധകമാകുന്നില്ല. ആഴ്ചയിൽ 5 ദിവസം മാത്രമേ ഈ ബസ് ഓടിക്കാൻ പറ്റും. ഇപ്പോഴും ആഴ്ചയിൽ 5 ദിവസമാണ് ബസ് ഓടിക്കാൻ പറ്റുന്നത്. അതിൽ തന്നെ ചില ബസ്സുകൾ ആഴ്ചക്ക് 2 ട്രിപ്പേ കിട്ടും, ചില ബസ്സുകൾക്ക് 3 ട്രിപ്പ്. അപ്പോൾ ഇതെല്ലാം പിന്നെ ഈ എന്താ പറയുക, ആരും ഒരു നാഥനില്ലാത്ത കളരി പോലെയാണ് പ്രൈവറ്റ് ബസ്സിനെ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ സർക്കാരായാലും ആരായാലും ആർക്കും വേണ്ടാത്തൊരു വ്യവസായം പോലെയാണ് ഇപ്പം ബസ് മേഖലനെ കാണുന്നത്. കാരണം അവരെ ഉത്തേജിപ്പിക്കുവാനോ ഒരു രണ്ടാമത് ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ട യാതൊരു നടപടിയോ അവരുടെ ഭാഗത്തുനിന്നും ബസ് മേഖലയില്ല. അതിൽ ഏകദേശം ഒരു 1.5 ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഉപജീവനം കഴിയുന്നൊരു മാർഗ്ഗമാണ് ബസ് വ്യവസായം. അതിൻ്റെ വേണ്ട ഒരു പ്രയോറിറ്റിയോ അതിന് വേണ്ട ഒരു നടപടിയോ ഒരാളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കില്ല. ബസ് ഇപ്പോൾ ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലാളിമാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മുതലാളിമാർ ബസ് ഓടിക്കുന്നത് തൊഴിലാളികൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിക്കോട്ടെ എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. അല്ലാണ്ട് മുതലാളിമാർക്ക് ഇതിനെക്കൊണ്ട് ഒരു ലാഭമില്ല. ലാഭമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ കുറ്റ്യാടി കോഴിക്കോട് ഓടുന്ന വണ്ടിക്ക് കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ എണ്ണ പൈസ മുതലാളി ഇങ്ങോട്ടേക്ക് ബസ്സിലേക്ക് കൂട്ടിയേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഈ ഒരു കണ്ടീഷനിൽ ബസ് വ്യവസായം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ബസ് വ്യവസായം കൊണ്ടുപോയിക്കില്ലെങ്കിൽ ഈ വരുന്ന തൊഴിലാളികളെ എങ്ങനെയെങ്കിലും ഒന്ന് അവർക്ക് വേണ്ട നടപടികളോ അവരെ ഉപജീവന മാർഗ്ഗമുള്ളൊരു നടപടിയും ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കി കൊടുക്കണം. അല്ലാത്ത നിലയിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ഒരു വ്യവസായവും അതിലുള്ള തൊഴിലാളികളുടെ അവസ്ഥ വളരെ കഷ്ടമായിരിക്കും. എല്ലാ മേഖലയിലും എണ്ണേൻ്റെ വില വർധനവായാലും എല്ലാം കൊണ്ടും ഇപ്പം പൊതുവെ നശിച്ചൊരു അവസ്ഥയിലാണ് ബസ് വ്യവസായം ഉള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ചില ബസ്സുകൾ സാമൂഹ്യ വിരുദ്ധന്മാർ നശിപ്പിക്കുന്നൊരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. കുറ്റ്യാടി കോഴിക്കോട് ലൈനിലോടുന്ന കടുവ എന്ന് പറഞ്ഞൊരു ബസ് കഴിഞ്ഞ ദിവസം സ്റ്റാൻഡിൽ നിർത്തിയിട്ട് അവർ ജോലി കഴിഞ്ഞ് പോയപ്പോൾ വണ്ടീൻ്റെ എഞ്ചിൻ്റെ ഉള്ളിൽ ആരോ പൂഴി മണൽ വാരിയിട്ട് അതിന് ഏകദേശം 2-2.5 ലക്ഷം റുപ്യേൻ്റെ ഈ മുനീർക്കാണ് ഇതിൻ്റെ മുനീർ എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിൻ്റെ മുതലാളി. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോവിഡ് കാലത്തും ഈ രക്തദാന ക്യാമ്പ് അങ്ങനെ എന്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് മുന്നിട്ട് നിൽക്കുന്ന ഒരു ബസ്സാണത്. ആ ബസ്സിന് ആണ് ഇവർ ഇതുപോലുള്ള ഓരോരോ നടപടികൾ എടുത്തു വെച്ചത്. അതുകൊണ്ട് ബസ് നിർത്തിയിട്ട് കഴിഞ്ഞാലും സാമൂഹ്യ വിരുദ്ധന്മാരുടെ ഭാഗത്തു നിന്നുള്ള ഇതൊരു ഭാഗത്ത് വണ്ടി ഓടിത്തുടങ്ങുന്നതാണെങ്കിൽ അതിനുള്ള സഹായം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ആരുടെ ഭാഗത്തുനിന്നോ കിട്ടുന്നുമില്ല.
അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തൊഴിലാളികളുടെ പ്രശ്നം വലിയൊരു വിഷയം തന്നെയാണ്. അവരെ രണ്ടാമത് വീണ്ടും ഒരു എന്താ പറയുക പുനരധിവസിപ്പിക്കുന്നതിന് എന്തെങ്കിലും ഒരു നടപടി സർക്കാരും എല്ലാവരും കൂടെ ഒന്ന് ആലോചിച്ച് സ്വീകരിക്കേണ്ടതാണ്. പിന്നെ ശേഷം ബസ് വ്യവസായം പൊതുവെ എല്ലാ സ്ഥലത്തും പൊതുവെ എല്ലാ മേഖലകളിലും പൊതുവെ എന്താണ് നഷ്ടം എല്ലാ മേഖലകളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. ബസ് വ്യവസായം പറയുകയാണെങ്കിൽ പിന്നെ പണിക്കാരെല്ലാം ബുദ്ധിമുട്ടും കാര്യങ്ങളും മുതലാളിമാരുടെ അവസ്ഥ അതിനെക്കാട്ടും ദയനീയമായ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ കുറേ ബസ്സുകളിൽ ആളെ നിന്ന് യാത്ര ചെയ്യുന്നവരോ ബസ് ചാർജ് ചെയ്യുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഉണ്ട്. അതിനെക്കൊണ്ട് എന്താ വെച്ചാൽ സ്റ്റാൻഡിങ് ആളെന്ത് ചെയ്യാനാവില്ല, ബസ്സിൽ നിന്ന് എടുക്കാനാവില്ല. നിന്ന് എടുത്തു കഴിഞ്ഞാൽ 10,000 ഉറുപ്പ്യ വരെ എന്താണ് ഫൈനാണ്. അപ്പോൾ സ്റ്റാൻഡിങ് ആൾ പോലും ഇല്ലാത്ത ഈ ഒരു അവസ്ഥയിൽ ഏതെങ്കിലും ഒരു ട്രിപ്പിന് സ്റ്റാൻഡിങ് ആൾ ഉണ്ടാകുന്നൊരവസ്ഥ വരുമ്പോൾ 10,000 ഉറുപ്പ്യ വരെ എന്താണ് ഒരാളെ സ്റ്റാൻഡിങ് ആണെങ്കിൽ 10,000 ഉറുപ്പ്യ വരെ ഫൈന് ഇടുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ താങ്ങാനാവാത്ത ഒരവസ്ഥയാണ്. കാരണം വെച്ചാൽ ഏതെങ്കിലും ഒരു ട്രിപ്പ് മാത്രം രാവിലെയോ വൈകുന്നേരത്തോ ഏതെങ്കിലും ഒരു ട്രിപ്പ് കൊണ്ട് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത് ഡീസലിൻ്റെ പൈസ പോലും എന്ത് ചെയ്യല റെഡിക്ക് കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ബസ്സിൻ്റെ മേഖലയിൽ SSLC യോഗ്യതയുള്ളവർക്ക് 1 വർഷം കൊണ്ട് ടീച്ചറാകാം. സർക്കാർ, മാനേജ്മെന്റ്, ഇംഗ്ലീഷ് മീഡിയം എന്നിവയിൽ ജോലി നേടുവാനുള്ള അംഗീകൃത കോഴ്സായ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് MTTC-യിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾക്കും ഒരു ടീച്ചറാകാം. ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിംഗ്, എ യൂണിറ്റ് ഓഫ് APJ അബ്ദുൽ കലാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിംഗ്, മനോരമ ഓഫീസ് ബിൽഡിംഗ്, ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, കുറ്റ്യാടി. ഫോൺ 9946 619 905 8590 429 923.